പ്രശാന്തി എന്ന ശാന്തമായ ഗ്രാമത്തിൽ കബീർ എന്ന പേരുള്ള ഒരു സെൻ മാസ്റ്റർ തൻ്റെ അർപ്പണബോധമുള്ള വിദ്യാർത്ഥിയായ മായയുമായി ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ പങ്കിട്ടു. അവർ പുരാതന വേപ്പൻ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ കബീർ കാലാതീതമായ ജ്ഞാനം നൽകാൻ തുടങ്ങി. അത് ശാന്തമായ ഉന്മൂലന കഥയെ കൂടുതൽ സംതൃപ്തമായ നിലനിൽപ്പിനായി സ്വീകരിച്ചു. മായ കബീർ തുടങ്ങി. യഥാർത്ഥ സമാധാനവും സംതൃപ്തിയും കണ്ടെത്താൻ നമ്മൾ ശാന്തമായ ഉന്മൂലനത്തിൻ്റെ ഒരു യാത്ര ആരംഭിക്കണം. ഒരു ശില്പി അധികമായ കല്ല് ഉന്തിയെടുത്ത് ഉള്ളിലെ മാസ്റ്റർ പീസ് വെളിപ്പെടുത്തുന്നത് പോലെ ജീവിതത്തിൻ്റെ സത്ത വെളിപ്പെടുത്തുന്നതിന് അനാവശ്യമായത് നീക്കം ചെയ്യണം. ഒരാളുടെ ജീവിതത്തിൽ നിന്ന് നിശബ്ദമായി ഇല്ലാതാക്കാൻ കഴിയുന്ന 11 കാര്യങ്ങൾ കബീർ അനാവരണം ചെയ്യുമ്പോൾ പഠിക്കാൻ ഉത്സുകയായ മായ നന്നായി ശ്രദ്ധിച്ചു. 1. അമിതമായ പ്രതീക്ഷകൾ. അയഥാർത്ഥമായ പ്രതീക്ഷകളുടെ ഭാരം നിങ്ങളുടെ ചുമലിൽ ഭാരമുള്ള കല്ലുകൾ ചുമക്കുന്നത് പോലെയാണ്. കബീർ വിശദീകരിച്ചു. ജീവിതത്തെ തുറന്ന ഹൃദയത്തോടെ ആശ്ലേഷിച്ചുകൊണ്ട് ഭാരം ഒഴിവാക്കുക. അല്ലെങ്കിൽ സ്വയം മറ്റുള്ളവരുടെ മേൽ യാഥാർത്ഥ്യബോധമില്ലാത്ത ആവശ്യങ്ങൾ അടിച്ചേൽപ്പിക്കാതെ ഓരോ നിമിഷത്തെയും അഭിനന്ദിച്ചുകൊണ്ട് സ്വാഭാവികമായി കാര്യങ്ങൾ തുറക്കാൻ അനുവദിക്കുക. അമിത പ്രതീക്ഷകൾ സൃഷ്ടിച്ച സമ്മർദ്ദം ഉപേക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മായ മനസ്സിലാക്കി. 2. അനാവശ്യ അറ്റാച്ച്മെൻറ്റുകൾ. നമ്മളെ ക്ഷണികമായ സുഖദുഃഖങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചങ്ങലകൾ പോലെയാണ് അറ്റാച്ച്മെൻറ്റുകൾ. കബീർ തുടർന്നു. പിടികൂടാതെ അഭിനന്ദിക്കാൻ പഠിക്കുക. കാരണം വേർപിരിയലിൽ നിങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യം കണ്ടെത്തുന്നു. ആശ്രിതത്വങ്ങൾ രൂപപ്പെടാതെ നിമിഷങ്ങളെ വിലമതിക്കുക. നിങ്ങൾക്ക് ഒരു പുതിയ ലഘുത്വം അനുഭവപ്പെടും. ക്ഷണികമായ അനുഭവങ്ങളുമായി കൂട്ടിയിണക്കപ്പെടാതെ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ വിലമതിക്കുക എന്ന ആശയത്തെക്കുറിച്ച് മായ ചിന്തിച്ചു. 3. താരതമ്യം. നിരന്തരമായ താരതമ്യത്തിൻ്റെ ശീലം വ്യക്തിത്വത്തിൻ്റെ സന്തോഷം മോഷ്ടിക്കുന്നു. കബീർ ഊന്നി പറഞ്ഞു. നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാനുള്ള ആഗ്രഹം നിശബ്ദമായി ഇല്ലാതാക്കുക. പൂന്തോട്ടത്തിലെ ഓരോ പൂവും അദ്വിതീയമായി വിരിയുന്നു. നിങ്ങളുടെ സ്വന്തം യാത്രയെ നന്ദിയോടെയും സ്വീകാര്യതയോടെയും സ്വീകരിക്കുക. മറ്റുള്ളവർക്കെതിരെ അളക്കുന്നതിന് പകരം സ്വന്തം പാത സ്വീകരിക്കുന്നതിൻ്റെ ശക്തി മായ തിരിച്ചറിഞ്ഞു. 4. അനാവശ്യമായ തിരക്ക്. തിരക്കിന് വേണ്ടിയുള്ള തിരക്ക് ജീവിതത്തിൻ്റെ സത്തയിൽ നിന്നുള്ള വ്യതിചലനമാണ്. കബീർ പങ്കുവച്ചു. നിങ്ങളുടെ ക്ഷേമത്തിനോ ലക്ഷ്യത്തിനോ സംഭാവന നൽകാത്ത ജോലികൾ നിശബ്ദമായി ഇല്ലാതാക്കുക. നിശബ്ദതയിൽ നിന്ന് വ്യക്തത പുറത്തുവരാൻ അനുവദിക്കുന്ന നിശ്ചലതയുടെ നിമിഷങ്ങൾ സ്വീകരിക്കുക. ജീവിത പ്രവർത്തനങ്ങൾക്കിടയിൽ നിശ്ചലതയ്ക്കുള്ള ഇടം സൃഷ്ടിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മായ തിരിച്ചറിഞ്ഞു. 5. നെഗറ്റീവ് സ്വയം സംസാരം. നിങ്ങൾ സ്വയം മന്ത്രിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു. കബീർ പറഞ്ഞു. നിഷേധാത്മകമായ സ്വയം സംസാരം നിശബ്ദമായി ഇല്ലാതാക്കി അതിനു പകരം ദയയുടെയും പ്രോത്സാഹനത്തിൻ്റെയും സ്ഥിരീകരണങ്ങൾ നൽകുക. നിങ്ങളുടെ ആന്തരിക സംഭാഷണം ശക്തിയുടെ ഉറവിടമായിരിക്കണം, സംശയത്തിൻ്റെ പ്രേരണയല്ല. പോസിറ്റീവ് സ്വയം സ്ഥിരീകരണത്തിൻ്റെ പരിവർത്തന ശക്തിയെ മായ അംഗീകരിച്ചു. 6. ഖേദിക്കുന്നു. പശ്ചാത്താപം മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്ന ഭാരമേറിയ ബാഗേജാണ്. കബീർ ഉപദേശിച്ചു. നിശബ്ദമായി ഖേദത്തിൻ്റെ ഭാരമില്ലാതാക്കുക. ഭൂതകാലത്തിൽ നിന്ന് പഠിക്കുകയും പുതിയ ജ്ഞാനവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുക. എല്ലാ അനുഭവങ്ങളും സന്തോഷകരമോ വെല്ലുവിളികളോ ആവട്ടെ നിങ്ങളുടെ വളർച്ചയ്ക്ക് സംഭാവന നൽകുന്നു. പശ്ചാത്താപത്തിൻ്റെ ഭാരം ചുമക്കാതെ ഭൂതകാലത്തിൽ നിന്ന് പഠിക്കുക എന്ന ആശയം മായ സ്വീകരിച്ചു. 7. മാറ്റത്തിനുള്ള പ്രതിരോധം. ജീവൻ്റെ നദി നിരന്തരമായ മാറ്റത്തിലാണ് ഒഴുകുന്നത്. കബീർ വിശദീകരിച്ചു. മാറ്റത്തിനെതിരായ പ്രതിരോധം നിശബ്ദമായി ഇല്ലാതാക്കുക. കാരണം സ്വാഭാവികമായ ഗതിക്ക് കീഴടങ്ങുമ്പോൾ നിങ്ങൾ പ്രതിരോധശേഷിയും പൊരുത്തപ്പെടുത്തലും കണ്ടെത്തുന്നു. സ്വയം കണ്ടെത്താനുള്ള യാത്രയിൽ മാറ്റം ഒരു നിരന്തരമായ കൂട്ടാളിയാണ്. മാറ്റത്തിൻ്റെ പ്രവാഹങ്ങളെ ചെറുക്കുന്നതിന് പകരം അതിനൊപ്പം ഒഴുകുന്നതിൻ്റെ പ്രാധാന്യം മായ മനസ്സിലാക്കി. 8. പക. വിദ്വേഷം സൂക്ഷിക്കുന്നത് വിഷം ഉള്ളിൽ കൊണ്ടുപോകുന്നതിന് തുല്യമാണ്. കബീർ പങ്കുവച്ചു. നിശബ്ദമായി നീരസത്തിൻ്റെ വിഷാംശം ഇല്ലാതാക്കുക. ക്ഷമിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം മനസമാധാനത്തിനായി.
നീരസത്തിൻ്റെ ചങ്ങലകൾ അഴിച്ചുവിടുക. അനുകമ്പയെ ശൂന്യത നിറക്കാൻ അനുവദിക്കുക. വൈകാരിക ഭാരങ്ങൾ ഒഴിവാക്കുന്നതിൽ ക്ഷമയുടെ പരിവർത്തന ശക്തിയെക്കുറിച്ച് മായ ചിന്തിച്ചു. 9. അനാരോഗ്യകരമായ ശീലങ്ങൾ. അനാരോഗ്യകരമായ ശീലങ്ങൾ ക്ഷേമത്തിൻ്റെ വെളിച്ചത്തെ മറയ്ക്കുന്ന നിഴലുകളാണ്, കബീർ ഉപദേശിച്ചു. നിങ്ങളുടെ ശരീരത്തിനോ മനസ്സിനോ ആത്മാവിനോ ദോഷകരമായി ബാധിക്കുന്ന ശീലങ്ങൾ നിശബ്ദമായി ഇല്ലാതാക്കുക. നിങ്ങളുടെ സമഗ്രമായ ആരോഗ്യത്തിന് സംഭാവന നൽകുന്ന പോഷകാഹാര രീതികൾ സ്വീകരിക്കുക. അവളുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തെ പരിപോഷിപ്പിക്കുന്ന ശീലങ്ങൾ നട്ടുവളർത്തുന്നതിൻ്റെ പ്രാധാന്യം മായ തിരിച്ചറിഞ്ഞു. 10. പരാജയ ഭയം. പരാജയത്തെക്കുറിച്ചുള്ള ഭയം വിജയത്തിലേക്കുള്ള പാതയെ മറക്കുന്ന മരീചികയാണ്, കബീർ ഉറപ്പിച്ചു. പരാജയം അവസാനമല്ല, വളർച്ചയിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് മനസ്സിലാക്കി ഭയത്തെ നിശബ്ദമായി ഇല്ലാതാക്കുക. ഓരോ വെല്ലുവിളിയും പഠിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനുമുള്ള അവസരമായി സ്വീകരിക്കുക. പരാജയത്തെ ലക്ഷ്യസ്ഥാനത്തേക്കാൾ ഉപരി യാത്രയുടെ ഭാഗമായി കാണുന്നതിൻ്റെ വിമോചന ശക്തി മായ തിരിച്ചറിഞ്ഞു. 11. നിയന്ത്രണത്തിൻ്റെ ഭ്രമം. സമ്പൂർണ്ണ നിയന്ത്രണത്തിനായുള്ള ആഗ്രഹം അനാവശ്യ സമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു മിഥ്യയാണ്, കബീർ വിശദീകരിച്ചു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകത നിശബ്ദമായി ഇല്ലാതാക്കുക. പ്രപഞ്ചം അതിൻ്റെ സ്വന്തം ജ്ഞാനത്താൽ വികസിക്കുന്നുവെന്ന് വിശ്വസിച്ച് പ്രകൃതിക്രമത്തിന് കീഴടങ്ങുക. നിയന്ത്രണത്തിൻ്റെ മിഥ്യാബോധം ഉപേക്ഷിച്ച് ജീവിതത്തിൻ്റെ ഒഴുക്കിന് കീഴടങ്ങുക എന്ന ആശയം മായ സ്വീകരിച്ചു. ലാളിത്യത്തിലേക്കുള്ള പാത പ്രശാന്തിയുടെ മേൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ, കബീർ ഉപസംഹരിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ വശങ്ങൾ നിശബ്ദമായി ഇല്ലാതാക്കുന്നതിലൂടെ നിങ്ങൾ ലാളിത്യത്തിനും വ്യക്തതയ്ക്കും ആന്തരിക സമാധാനത്തിനും വഴിയൊരുക്കുന്നു. വിടുവെക്കുന്ന കലയെ സ്വീകരിക്കുക. നിങ്ങൾ വസിക്കുന്ന സൗന്ദര്യം വെളിപ്പെടുത്തും ഉള്ളിലെ ശാന്തമായ ഇടങ്ങൾ. കബീറിൻ്റെ പഠിപ്പിക്കലുകളാൽ പ്രചോദിതയായ മായ അനാവശ്യമായ സങ്കീർണതകളുടെ പാളികൾക്ക് താഴെയുള്ള ലാളിത്യവും സമ്പന്നതയും അനാവരണം ചെയ്യാൻ തയ്യാറായി ശാന്തമായ ഉന്മൂലനത്തിൻ്റെ യാത്രകൾ ആരംഭിച്ചു. If you love to watch this video, you can like, share and subscribe.